വന്നാലും ഇനിയിപ്പം ഞാൻ മരിച്ചു പോയാലും എനിക്കതൊരു ഒന്നുമല്ല. കാരണം ഏട്ടൻ്റെ മരണമാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു ഷോക്ക്. ഇനി അതിൻ്റെ പുറത്ത് എന്ത് വന്നാലും നമുക്ക് അത് അത്രയും തോന്നത്തില്ല സത്യം പറഞ്ഞാൽ. ആ സമയത്തിൻ്റെ ആയിരിക്കണം. ഇപ്പം രമ്യ പറഞ്ഞ പോലെ ആ സമയത്തിൻ്റെ ആയിരിക്കണം. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ അല്ലേ. ചേട്ടൻ്റെ സ്വന്തം പെങ്ങള് എന്നാണ് അവള് അന്നും ഇന്നും എല്ലാം അറിയപ്പെടുന്നത്. അതുപോലെ ഞങ്ങൾക്ക് അങ്ങനെ ആയിരുന്നു. അപ്പം അവളെ സംബന്ധിച്ച്, ലക്ഷ്മിയെ സംബന്ധിച്ച് എല്ലാ മാസവും ഒരു തുക, ഈ സുധിച്ചേട്ടൻ മരിച്ച അന്ന് തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ എല്ലാ മാസവും ഒരു ഡേറ്റിന് ഒരു തുക വെച്ച് എനിക്ക് അയച്ചു തരും നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അതൊക്കെ വലിയ ഉപകാരമാണ്. അത് ആൾക്ക് ടെൻഷനായിരുന്നു എപ്പോഴും. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ വിഷമിപ്പിക്കുന്നത്, നമ്മളോട് ഒരു ടെൻഷൻ പറയത്തില്ല. കാരണം ഞാൻ കരയും, വിഷമിക്കുമോ എന്ന് ഓർത്ത് എന്നോടൊന്നും പറയാതെ ഉള്ളിൽ ഒതുക്കി ചിരിച്ചുകൊണ്ട് നടക്കും. ഞങ്ങൾക്കറിയില്ലായിരുന്നു സുധിച്ചേട്ടൻ ഇത്രയും ബുദ്ധിമുട്ടാണെന്ന്. കാരണം ആരോടും പറഞ്ഞിട്ടില്ല. ഏട്ടൻ സ്റ്റാർ മാജിക്കിലൊക്കെ വരുമ്പോൾ നല്ല ഷർട്ടും കാര്യങ്ങളും, കാരണം അത് അവിടുന്ന് കൊടുക്കുന്നതാണ്, അനൂപേട്ടൻ ഇടിയിപ്പിക്കുന്നതാണ്. പിച്ചക്കാരിയെ പോലെ അല്ലെങ്കിൽ അലമുറ ഇട്ട് കരഞ്ഞോണ്ട് നടന്നാൽ മറ്റുള്ള ഈ നെഗറ്റീവ് പറയുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കോ എൻ്റെ കുടുംബക്കാർക്കോ അല്ലെ എന്നെ സ്നേഹിക്കുന്നവർക്കോ സുധിച്ചേട്ടൻ്റെ ആത്മാവിനും അത് ഇഷ്ടപ്പെടണമെന്നില്ല. സുധിച്ചേട്ടന്റെ കഴിവുകളെല്ലാം കിട്ടിയിരിക്കുന്നത് ഇദ്ദേഹത്തിനാണ് ആണല്ലേ. അതാണ് സുധി പറഞ്ഞത്, ഞാൻ തന്നെയാണ് ഇവൻ. ഏതെങ്കിലും ഒരു നിമിഷം തോന്നി പോയിട്ടുണ്ടോ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? അത് പലപ്പോഴും തോന്നും അല്ലേ. ആദ്യത്തെ ആ ഒരു സമയം എന്നൊക്കെ പറയുന്നത് വളരെ ഹാർഡായിട്ടുള്ള നിമിഷങ്ങളായിരുന്നിരിക്കാം. എങ്ങനെ ഞാനത് ഒരുപക്ഷെ എനിക്ക് വേണ്ട ഈ ഒരു ജീവിതം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവണം. പിന്നെ തീർച്ചയായിട്ടും ആ സമയത്ത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അല്ലേ. അപ്പൊ അതിൽ നിന്നൊക്കെ ശരിക്കും ഒന്ന് നമ്മളെ ഇങ്ങോട്ട് പുള്ളി ചെയ്യണതിന് ഈ പറയുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ പോലും നമ്മളെ നമ്മുടെ ജീവിതത്തിലേക്ക്, ആ നോർമൽ ലൈഫിലേക്ക് നമ്മളെ ഇങ്ങോട്ട് പുള്ളി ചെയ്യണമെങ്കിൽ അതിനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹാൻഡ് തന്നെ ഉണ്ടാവണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് ആരായിരിക്കും? ആ ഒരു ഞാൻ ആത്മീയമായിട്ടും ഒക്കെ ഞാൻ പള്ളിയിലൊക്കെ പോകും. നമുക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ കുറെ റിക്കവറായി വന്നു. അത് നമ്മുടെ ഓരോരുത്തരുടെ ഓരോ ഇതാണല്ലോ, ഈശ്വരഭക്തിയും അതൊക്കെ. അപ്പം അങ്ങനെ കുറെ കാര്യങ്ങളും, പിന്നെ ഈ പറഞ്ഞ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ സംസാരിക്കും നമ്മുടെ അടുത്ത്. ഇപ്പം നെഗറ്റീവ് പറയുന്നവരും ഉണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഞാൻ നെഗറ്റീവിനെ നോക്കാതെ ആദ്യമൊക്കെ നോക്കുമായിരുന്നു നെഗറ്റീവ് പറയുന്നവരുടെ. പിന്നെ അതൊന്നും ശ്രദ്ധിക്കാതെ നമുക്ക് ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്, രേണു വിഷമിക്കേണ്ട, മുന്നോട്ട് പോകണം, നീ അടിപൊളിയായിട്ട് തന്നെ പോകണം മുന്നോട്ട്, പിള്ളേർക്ക് വേണ്ടിയിട്ട് ജീവിക്കണം. അതായത് നീ തളർന്നു പോയി കഴിഞ്ഞാൽ അവരും പോവും. സുധിച്ചേട്ടൻ അത് ഇഷ്ടമല്ല. നമ്മുടെ കണ്ണ് നിറഞ്ഞ സുധിച്ചേട്ടൻ ഇഷ്ടമല്ല. ചെറിയൊരു കാര്യത്തിലാണെങ്കിൽ പോലും ഏട്ടൻ ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടമല്ല. അത് പുള്ളിയെ അറിയാവുന്നവർക്കും എന്നെ അറിയാവുന്നവർക്കും അറിയാം. അപ്പം ഞാൻ എങ്ങനെ കരഞ്ഞു പോയി കഴിഞ്ഞാൽ സുധിച്ചേട്ടൻ്റെ ആത്മാവിന് പോലും അത്, പുള്ളി ആളുടെ ആത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സോ അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ എനിക്ക് മുന്നോട്ട്, അതായത് എഴുന്നേറ്റ് നിൽക്കണം, അല്ലെ മുന്നോട്ട് പോകണം എന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഇപ്പോൾ ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ രേണുവൊക്കെ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലാണ്. ചങ്ങനാശ്ശേരിക്ക് അടുത്ത് വാകത്താനം, അങ്ങോട്ടാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. രേണു, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. രേണു ഇപ്പം ഇതൊക്കെ റിക്കവർ ചെയ്ത് എല്ലാ ഇഷ്യൂസിനെയും തരണം ചെയ്ത് സുധി ആഗ്രഹിച്ച പോലെ മക്കളെയും നോക്കി നല്ല സ്ട്രോങ് ആയിട്ട് ജീവിക്കാനുള്ള ആ ഒരു തന്ത്രപ്പാടിലാണ് അല്ലേ. അതിന് സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് മേൽ പറഞ്ഞ കുറേ ആൾക്കാരുമുണ്ട്. ആ ഒരു സപ്പോർട്ടിൽ ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കൂടെ ഈ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവം, അവര് ഇങ്ങനെ ആര് നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും അവരുടെ ബാക്കിലുണ്ട്. എല്ലാത്തിനും നല്ലതും ചീത്തയും കാണുന്ന ആൾക്കാരുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇപ്പോൾ ഈയിടെ ഒക്കെ ആയിട്ട് രേണു പല പൊതുപരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും അങ്ങനെ ഓരോന്നിലൊക്കെ പോവുകയൊക്കെ ചെയ്യുമ്പം അതിനെ ക്യാമറ കണ്ണുകളിലൂടെ പകർത്തി അതിനനുസരിച്ചിട്ട് ഇപ്പൊ മരിച്ചുപോയ ഭർത്താവ് മരിച്ചിട്ട് വെറും 7 മാസമായിട്ടുള്ള 9 മാസമായിട്ടുള്ള ഈ ഒരു ഇതില് രേണുദാ ലൈഫ് അടിച്ചു പൊളിക്കണു. സുധിയുടെ കെയർ ഓഫിൽ മരിച്ചുപോയ സുധിയുടെ കെയർ ഓഫിൽ കിട്ടി ഇത് വെച്ചിട്ട് രേണു ഭയങ്കര ലാവിഷ് ആയിട്ട് ജീവിക്കുകയാണ്. നമ്മൾ കാണുന്ന പോലെ ചിരിച്ച് കളിച്ച് നോക്കിയാൽ നടക്കണു. ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ഒരുപാട് മോശമായിട്ടൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോ രേണു എങ്ങനെയാ ഇതൊക്കെ എങ്ങനെ രേണുവിനെ ഒരു സഹിക്കാൻ പറ്റണേ? എനിക്ക് ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു. മൂത്ത മോന് 19 വയസ്സുണ്ട്, ഞങ്ങളുടെ കിച്ചുവിന്. അപ്പൊ അവനോട് ഞാൻ ഇങ്ങനെ കിച്ചുവിന്റെ ഒറിജിനൽ നെയിം രാഹുൽ അല്ലേ? എല്ലായിടത്തും പറയുമ്പോ കിച്ചു കിച്ചു എന്നാ പറയുന്നത്. ആ പേരാണ് എല്ലാവർക്കും അറിയാം. രാഹുലും ഋതുലും. ഓക്കെ. കിച്ചു പറയാം, അമ്മ വേറെ പണിയില്ല അമ്മയ്ക്ക്, അമ്മ ഒന്നും ശ്രദ്ധിക്കണ്ടെന്ന് പറയും. അമ്മക്ക് അമ്മേനെ അറിയാലോ. പിന്നെ അച്ഛൻ എങ്ങനെയാണ് അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നത്,
അമ്മ ഒരുങ്ങി നടക്കുന്നതല്ലേ ഇഷ്ടം. അമ്മ പണ്ടും ഇങ്ങനെ തന്നെയല്ല. ഞാനൊരു ഏവിയേഷൻ സ്റ്റുഡന്റ് ആയിരുന്നു. സോ എനിക്ക് അന്നും നേരത്തെ ഇങ്ങനെ തന്നെയായിരുന്നു ഞാൻ നടക്കുന്നത്. ഏട്ടനും ഇങ്ങനെയാണ് ഇഷ്ടം. അത്യാവശ്യം ഇപ്പം നമ്മളിപ്പം സാധാരണ ഇപ്പം ഒരു വെള്ളസാരി ഉടുത്തോണ്ട് നടന്ന, അല്ലെങ്കിൽ വിധവയാന്ന് പറഞ്ഞ് ഞാനൊരു പിച്ചക്കാരിയെ പോലെ അല്ലെങ്കിൽ അലമുറ ഇട്ട് കരഞ്ഞോണ്ട് നടന്നാൽ മറ്റുള്ള ഈ നെഗറ്റീവ് പറയുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കോ എൻ്റെ കുടുംബക്കാർക്കോ അല്ലെ എന്നെ സ്നേഹിക്കുന്നവർക്കോ സുധിച്ചേട്ടൻ്റെ ആത്മാവിനോ അത് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. കാരണം നമ്മൾ എന്തിനാ അങ്ങനെ ഞാനിപ്പം പറയുന്ന പോലെ ഇപ്പം അങ്ങനെ ഈ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ അടിച്ചു പൊളിക്കുന്നു, ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ, നെഗറ്റീവ് പറയുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ പറയുന്നവരാരെങ്കിലും ഈ പിള്ളേർക്കോ അല്ലെങ്കിൽ നമുക്ക് ഒരു നേരത്തെ എന്താ നിങ്ങൾക്ക് ആവശ്യമോ എന്നും ആരും ചോദിക്കുന്നില്ല. പിന്നെ സഹായം ചെയ്യാൻ വരുന്നവരെ പോലും അവർ പറഞ്ഞത് അത് പ്രഹസനമാണെന്ന് പറഞ്ഞ് നല്ലത് ചെയ്യുന്നവരെ പോലും ആൾക്കാർ, കാരണം നെഗറ്റീവ് പറയുന്നവരെന്നും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. നമ്മളത് എന്താ പറയുക, അത് മൈൻഡ് ചെയ്യാനേ പോകണ്ട. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആദ്യമൊക്കെ ഞാൻ മൈൻഡ് ചെയ്യുമായിരുന്നു, വിഷമമായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതിലങ്ങ് പോട്ടെ, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനെ അങ്ങ് പോവാനായിട്ട് എന്താ വല്ല മെഡിറ്റേഷൻ ഹെൽപ്പ് അങ്ങനെ എന്തെങ്കിലും, പ്രാർത്ഥന മാത്രമാണോ സഹായിച്ചത്? പ്രാർത്ഥനയാണ്. മെഡിറ്റേഷൻ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ പിന്നെ ഈ സപ്പോർട്ട് അല്ലാതെ ഒരു കൗൺസിലിങ്ങിന് പോവോ, ഒരു ടോക്സ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? അപ്പം നന്നായിട്ട് മെന്റൽ ഇപ്പൊ നല്ല മൈൻഡ് ഭയങ്കര സ്ട്രോങ് ആക്കി എടുത്തിരിക്കുകയാണ്. അപ്പം സ്വയം തന്നെ എടുത്ത ഒരു തീരുമാനമാണ്. അപ്പം മൈൻഡിനെ ഇപ്പൊ വളരെ സ്ട്രോങ് ആക്കി നല്ല ആ ഒരു യാത്രയിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായിരുന്നു സുധിയുടെ, നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന നിങ്ങളുടെ ഒരു ലൈഫിൽ നമ്മൾ മുന്നോട്ട് കാണുമല്ലോ, നമ്മുടെ കുട്ടികൾ ഇത് നമുക്ക് നാളത്തേക്ക് ഇന്നൊക്കെയാണ് നമ്മുടെ നാളെ സ്വപ്നങ്ങൾ, നമുക്ക് നാളെ ഇതൊക്കെ നേടണം. അങ്ങനെ ഒരു നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങൾ അങ്ങനെ കുറെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവണം. അങ്ങനെയുള്ള ആ ഒരു സ്വപ്നങ്ങൾ നേടാനുള്ള യാത്രയിലാണ് രേണു തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇപ്പോ അല്ലെ? എന്തൊക്കെയായിരുന്നു ആ സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടിരുന്നത്? ചേട്ടനും ഞാനും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം 5 വർഷമേ ഉള്ളൂ. കറക്റ്റ് 5 വർഷമായപ്പം കൊണ്ടുപോയി ഏട്ടനെ വിധി. അപ്പം ഏട്ടൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു വീട് സ്വന്തമായിട്ട്. നമുക്കിപ്പം ഈ വാടക വീട്ടിൽ ഇവിടെ തന്നെയാണ് ഏട്ടൻ മരിച്ചതും, അവിടെ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം ഒരു സ്വന്തമായിട്ടൊരു വീടെന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ടപ്പോഴാണ് കൊറോണ വന്നത് 3 വർഷം മുന്നേ. കൊറോണ വന്നതോടുകൂടി പ്രോഗ്രാമും തീർന്നു, എല്ലാം കുറേ കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അപ്പം ആ അഡ്വാൻസും തിരിച്ച് നമുക്ക് കിട്ടിയില്ല, വീടും പോയി, വീടിൻ്റെയും പോയി. അപ്പം നമുക്കൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. അതിവിടെ അടുത്ത് തന്നെ ഒരു വീടായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേനാണ് എന്താ പറയാ, ഒന്ന് റിക്കവറായി നല്ല ഷൂട്ടൊക്കെ ആയിട്ട് പ്രോഗ്രാമുകളും ഒക്കെ ആയിട്ടൊന്ന് വന്ന സമയത്താണ് വീടൊക്കെ വെക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹവും, പൈസ ഉണ്ടാക്കി വീട് നമുക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുള്ള ആഗ്രഹം കൊണ്ട് വന്നപ്പോഴാണ് വിധി ഇങ്ങനെ ആക്സിഡന്റിന്റെ രൂപയാണ് തട്ടിക്കൊണ്ട് പോയത് ഏട്ടനെ. അപ്പൊ അതാ വീടാണ് ഫസ്റ്റ് ആളുടെ സ്വപ്നം. അപ്പം രേണു ആണെങ്കിലും എയിം ചെയ്യണത് ആദ്യം നല്ലൊരു വീട് വെക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ? അതിപ്പോ നമുക്ക് ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഫ്ലവേഴ്സും, അതായത് ശ്രീകണ്ഠ സാറാണേലും അതുപോലെ ഗോകുലം സാറാണേലും അവരെല്ലാം ഇടപെട്ട്, അതുപോലെ നമ്മുടെ സ്റ്റാർ മാജിക് സുധിച്ചേട്ടൻ മെയിൻ ചെയ്ത ഷോ ആണ് സ്റ്റാർ മാജിക്, തമാർ പടാർ, പഴയ തമാർ പടാർ. അപ്പം അതിലെ നമ്മുടെ ഡയറക്ടർ അനൂപേട്ടനാണേലും അതുപോലെ ആങ്കർ ലക്ഷ്മി നക്ഷത്ര, അവരൊക്കെ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ എന്നും കട്ടയ്ക്കുണ്ട്. അതുപോലെ KHDC എന്ന് പറയുന്ന കേരള ഹോം ഡിസൈനേഴ്സ് ആണ് നമുക്ക് വീട് വെച്ച് തരുന്നത്. അവരിപ്പം പൂർത്തീകരിച്ച് പകുതിയോളമായി, തീരാറായി. അവിടെ ഫിറോസ് എന്ന് പറയുന്ന അദ്ദേഹമാണ് അതിന്റെ മെയിൻ ആള്. അതുപോലെ ഒരു തിരുമേനി ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലി. നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു പരിചയമില്ല പുള്ളിയെ. സുധിച്ചേട്ടൻ്റെ ഫ്യൂണറൽ കണ്ടപ്പം അദ്ദേഹത്തിന് തോന്നി ഇങ്ങനെ ഒരു അദ്ദേഹം ജെനുവിനാണോ എന്ന് അന്വേഷിച്ചു ഇവിടെ വന്നു, വീടുണ്ടോ സ്ഥലമുണ്ടോ എന്നൊക്കെ. അപ്പം അതൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം തന്നെ ഫ്ലവേഴ്സ് 24 നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് 7 സെന്റ് സ്ഥലം പിള്ളേരുടെ 2 പേരുടെയും പേര്, എൻ്റെ അല്ല, പിന്നെ എടുത്തു പറയാണ്, പിള്ളേരുടെ 2 പേരുടെയും പേരിലാണ് ആ വസ്തു നമുക്ക് എഴുതി തന്നേക്കുന്നത്. 2 പേർക്കും ഒരേ അവകാശം. എവിടെയാണ് സ്ഥലം? അതിവിടെ കുറച്ച് മാറി മാടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം, അതായത് ചങ്ങനാശ്ശേരിക്കും തെങ്ങണായിക്കൊക്കെ അടുത്ത്. അപ്പൊ മാടപ്പള്ളിയിലാണോ അപ്പൊ പുതിയ വീട് കിട്ടുന്നത്? തീർച്ചയായിട്ടും അവിടെ തന്നെയാണ്. നല്ല മനോഹരമായ ഒരു വീടാണ്, സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്രയും. അപ്പൊ അതിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം അവര് തന്നെ, KHDC എന്ന് പറയുന്നത് കേരള ഹോം ഡിസൈൻസ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഫ്ലവേഴ്സിന്റെ കൂട്ടത്തിൽ തന്നെ മാസംഘടന, ടിനിച്ചേട്ടന്റെ ഒക്കെ മാസംഘടന അവരും ഉണ്ട്. എല്ലാരും കൂടെ
നമുക്ക് എല്ലാവരും സപ്പോർട്ടുണ്ട് എല്ലാ കാര്യത്തിനും. ഓക്കെ. അപ്പം അത് ഇപ്പൊ ഉടനെ 1 വർഷത്തിനുള്ളിൽ അതിന്റെ പണിയൊക്കെ കഴിയും? 4-5 മാസത്തിനുള്ളിൽ കഴിഞ്ഞ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. അതൊരു വലിയ ഉത്സവമൊക്കെ ആയിരിക്കാം. ഓ, അപ്പൊ അന്നേരം അത് ശരിക്കും ആഘോഷം തന്നെയായിരിക്കും. ആ വീട് പാല് കാച്ചുക, നിങ്ങൾ താമസിക്കുക എന്നൊക്കെ പറയണത് അല്ലേ? ആ എല്ലാരും നോക്കിയിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴാണേലും ഇപ്പം രേണുവിന് വേറെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ എങ്ങനെ നിങ്ങളുടെ ജീവിത ചെലവും കാര്യങ്ങളൊക്കെ നടക്കണത്? അത് നടന്നു പോകുന്നു എന്ന് തന്നെ പറയാം. കാരണം പപ്പായ്ക്കും ജോലിക്ക് പോകാൻ പറ്റത്തില്ല. പപ്പായ്ക്ക് അന്ന് സുഖമില്ലായിരുന്നേ. രേണുവിന് ഒരു സിസ്റ്റർ ആണോ ഉള്ളത്? എനിക്ക് ചേച്ചിയുണ്ട്. പിന്നെ അതുപോലെ ലക്ഷ്മി നക്ഷത്ര നമ്മുടെ ആങ്കർ, അവളും ഞാനും തമ്മിൽ സൂചേട്ടനുള്ള സമയത്ത് തന്നെ ഉള്ളൊരു ബന്ധമായിരുന്നു, ഒരു സഹോദര ബന്ധമായിരുന്നു. ഇപ്പൊ സൂചേട്ടന്റെ സ്വന്തം പെങ്ങള് എന്നാണ് അവള് അന്നും ഇന്നും എല്ലാം അറിയപ്പെടുന്നത്. അതുപോലെ ഞങ്ങൾക്ക് അങ്ങനെ ആയിരുന്നു. അപ്പം അവളെ സംബന്ധിച്ച്, ലക്ഷ്മിയെ സംബന്ധിച്ച് എല്ലാ മാസവും ഒരു തുക, ഈ സുധിച്ചേട്ടൻ മരിച്ച അന്ന് തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ എല്ലാ മാസവും ഒരു ഡേറ്റിന് ഒരു തുക വെച്ച് എനിക്ക് അയച്ചു തരും, നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അതൊക്കെ വലിയ ഉപകാരമാണ്. അതുപോലെ ഇതിന്റെ വാടക കൊടുക്കുന്നത് സ്റ്റാർ മാജിക്കിലെ നമ്മുടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ഡയറക്ടർ അനൂപേട്ടൻ പറഞ്ഞിട്ട് അവരെ ഇടപെട്ടിട്ട് ഈ 6 മാസമായിട്ട് അവരായിരുന്നു വാടക കൊടുത്തുകൊണ്ട് ഇരുന്നത്. അങ്ങനെയൊക്കെയാണ്. നമുക്ക് സ്നേഹമുള്ളവര്, നമ്മുടെ ഫ്രണ്ട്സും അതുപോലെ നമ്മുടെ കസിൻസും, നമ്മളെ ഇഷ്ടമുള്ളവര്, നമ്മുടെ ബുദ്ധിമുട്ട് അറിഞ്ഞു വരുന്നവര് നമുക്ക് എന്തെങ്കിലും തന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ റേഷനറി ഉണ്ടല്ലോ, അതൊക്കെ പോരെ, അങ്ങനെ പോകുന്നു. അപ്പൊ എന്തായാലും രേണുവിന് ഇനി എനിക്ക് സ്വന്തമായിട്ടൊരു ജോലി ചെയ്യണം, ജോലിക്ക് എനിക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യണം. ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ എത്ര നാള് നമ്മളിങ്ങനെ കൈ നീട്ടും. അപ്പൊ ഞാനായിട്ട് എനിക്കിപ്പോ ദൈവം സഹായിച്ചു നല്ലൊരു ആരോഗ്യം തന്നിട്ടുണ്ട്. അപ്പൊ ഞാനായിട്ട് പോയിട്ട് എന്തെങ്കിലും ഒരു രൂപ അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അന്ന് ആ സമയത്ത് നമ്മുടെ സർക്കാരൊക്കെ ഇടപെട്ടതായിരുന്നു. ഇവിടെ വന്നായിരുന്നു, മന്ത്രിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ജോലിയുടെ കാര്യം പറഞ്ഞു. പക്ഷെ അത് എംപ്ലോയ്മെന്റ് വഴിയേ പറ്റത്തുള്ളൂ. അപ്പൊ അത് ഞാൻ സീനിയോറിറ്റി പുതുക്കിയിട്ടുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നു. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് എന്തായാലും ജോലി തരുമെന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നടക്കുമല്ലേ ലക്ഷ്മി. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പതുക്കെ ഏവിയേഷൻ കോഴ്സ് കഴിഞ്ഞു. പക്ഷെ ഞാൻ എക്സാം എഴുതിയില്ലായിരുന്നു, എന്റെ ഒരു സർട്ടിഫിക്കറ്റ് പ്രോബ്ലം കാരണം അത് എഴുതിയില്ല. അപ്പൊ ഞാൻ ഇനി അതിലേക്ക് പോകുന്നില്ല, വേറെ എന്തെങ്കിലും ജോലിക്ക് എന്തായാലും ട്രൈ ചെയ്യും. എന്തായാലും ഇവര് തരുമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിന്റെ വെയിറ്റിംഗിലാണ്. അത് പേപ്പർ വർക്കും കാര്യങ്ങളും നടക്കുന്നത്, അതായത് എംപ്ലോയ്മെന്റ് വഴിയാണ്. അപ്പൊ ഇന്ന ജോലിയെ ചെയ്യുള്ളൂ, ഇന്നത് ഒരിക്കലും ഇല്ല. എന്താണെങ്കിലും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, എന്താണെങ്കിലും റെഡിയാണ്. എന്താണെങ്കിലും നമ്മുടെ 10th സർട്ടിഫിക്കറ്റോ +2 സർട്ടിഫിക്കറ്റോ വെച്ചുള്ള എന്താണെങ്കിലും ഞാൻ റെഡിയാണ്. കാരണം എന്റെ ആ സർട്ടിഫിക്കറ്റേ ഉള്ളൂ, ഞാൻ പഠിച്ചതിന്റെ ഒന്നും സർട്ടിഫിക്കറ്റ് എന്റെ ഇല്ലായിരുന്നു. അതേപോലെ ഇപ്പോഴും സുധിയുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഒക്കെ എങ്ങനെയാണ്? സുധിച്ചേട്ടന്റെ വീട്ടില് ഇന്നലെയും കൂടെ അവര് വിളിക്കുകയും എന്താ രേണു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം, കുഞ്ഞിന്റെ ആവശ്യമുണ്ടെങ്കിൽ പറയണം, നിനക്ക് ജോലിയില്ല, നീ മടിക്കരുത്, കുഞ്ഞിന്റെ കാര്യങ്ങള് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചേട്ടത്തി അറിയിക്കണം. അതായത് ചേട്ടന്റെ വൈഫ്. പിന്നെ അമ്മയ്ക്ക് ഇച്ചിരി സുഖമില്ലെന്ന് തോന്നി, ഇപ്പൊ ഇച്ചിരി വയ്യെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അമ്മ വിളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പം വയ്യാതെ ഉള്ള അവസ്ഥയായോണ്ടായിരിക്കണം. എന്തായാലും ചേട്ടത്തി വിളിക്കുകയും കുഞ്ഞിനെ കാണുകയും വീഡിയോ കോൾ ചെയ്യുകയൊക്കെ ചെയ്യും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ രേണു മടിക്കരുത്. എനിക്ക് മടിയായിരിക്കും, പക്ഷെ എന്നോട് ഇങ്ങോട്ട് പറയും, അല്ലെങ്കിൽ അയച്ചു തരും എന്തെങ്കിലുമൊക്കെ കുഞ്ഞിനെ മേടിക്കാനൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പൊ മൂത്ത ആൾക്ക് ഇപ്പൊ ഒരു തിരിച്ചറിയണ ഒരു പ്രായമായി അല്ലെ? രാഹുൽ ഒരു വലിയ കുട്ടിയായി, 19 വയസ്സായി. രാഹുലിന് ഇപ്പത്തെ ഈ ഒരു സിറ്റുവേഷൻ എല്ലാം രാഹുൽ എത്രത്തോളം മെച്യൂർ ലെവലിലാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യണേ? അവനെ സംബന്ധിച്ച് അവൻ അങ്ങനെ അധികം സംസാര രീതി ഒന്നുമില്ല. അവന് ആവശ്യത്തിന് മാത്രമേ അത് ശ്രദ്ധിച്ചാൽ അറിയാം വീഡിയോസിലൊക്കെ. അവൻ അങ്ങനെ അത്യാവശ്യത്തിനേ സംസാരിക്കത്തുള്ളൂ. അവൻ എന്താ പറയാ, അവനെ ഒന്ന് പഠിച്ച് എന്തായാലും ഫ്ലവേഴ്സ് ആണ് ഏറ്റെടുത്തേക്കുന്നത്, കുഞ്ഞുങ്ങളുടെ പഠനം, മുന്നോട്ടുള്ള പഠനം. ഇപ്പം കിച്ചു ആണെങ്കിൽ +2 കഴിഞ്ഞോണ്ടേ നേരെ ഫ്ലവേഴ്സിന്റെ ഇതിലാണ് പഠിപ്പിക്കുന്നതെന്ന് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ അവനിഷ്ടം ഈ ആനിമേഷൻ ഫീൽഡാണ്. അപ്പം അവനൊരു ജോലി കിട്ടണം എന്നാണ് അവന്റെ ആഗ്രഹം. അവൻ എന്തായാലും ഒരു പക്വതയായി, ഓൾറെഡി അവൻ പക്വത എത്തി. അപ്പൊ അങ്ങനെ. നേരത്തെ രേണു എന്ന് പറയുന്ന ഒരാള് ഇപ്പോഴാണ്, ഇപ്പൊ സുധി ഇങ്ങനൊരു ഫീൽഡിൽ നിൽക്കുകയാണെങ്കിൽ പോലും രേണു ഇത്തരത്തിലുള്ള ഒരു ക്യാമറയെ ഫേസ് ചെയ്യോ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല അല്ലേ? ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു ക്യാമറയെ ഫേസ് ചെയ്യും. ഇപ്പം സുധിയുടെ മരണത്തിന് ശേഷം എത്രയോ ക്യാമറകളാണ്, എത്രയോ ആൾക്കാരാണ്. രേണു എന്തു പറയുന്നു, രേണു എന്തു ചെയ്യുന്നു, രേണു എങ്ങനെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു, ഞങ്ങൾ ഉൾപ്പെടെ ഇന്നിപ്പോൾ നിങ്ങളുടെ സുഖവിവരങ്ങൾ അറിയാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരിക്കലും ഇതൊന്നും ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുകയോ ചെയ്യാതിരുന്ന ഒരാള് അത് ഇപ്പൊ ഇങ്ങനെ എന്താ പറയാ, സിറ്റുവേഷൻ നമ്മള് നല്ലൊരു രീതിയിലല്ല ക്യാമറ മുന്നിലേക്ക് എത്തിച്ചത് അല്ലെ? ഒരു ജീവിതത്തിൽ ഒരു തകർച്ച തന്നിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ്. പക്ഷെ എന്നിരുന്നാലും എങ്ങനെയാ ഈ ക്യാമറകളിലൂടെ ഫേസ് ചെയ്യാനും ഇത്തരത്തിലുള്ള കുറെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഇതൊക്കെ എങ്ങനെ രേണു ഇതൊക്കെ ഹാൻഡിൽ ചെയ്യണതും അതിനുള്ള ധൈര്യവും? അനുഭവത്തിലൂടെ അങ്ങ് വന്നു പോയതാ തുടക്കം.
എന്നാ പറയുന്നത്, നമുക്ക് ഒരു സ്പിരിച്വൽ സപ്പോർട്ട് ഉണ്ടായിരിക്കണം സുധിച്ചേട്ടന്റെ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുവോ? ഇല്ല. എന്തെങ്കിലും ഒരു സ്പിരിച്വലായിട്ട് സപ്പോർട്ട് കാണും, പിന്നെ അനുഭവം. അത്രേ എനിക്ക് പറയുള്ളൂ, അതിനകത്ത് വേറൊന്നും പറയാനില്ല. ഓക്കെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഒരു താങ്ങും തണലുമായിട്ട് എനി ടൈം നമ്മൾ വിളിച്ചാൽ നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് പേരുണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവണം. അങ്ങനെ ഒരു നിങ്ങൾ വിചാരിച്ചിരുന്ന അവര് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവര് ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് അവരുണ്ടായിരുന്നോ? ചില ആളുകൾ ഉണ്ടായിരുന്നു, ചില ആളുകൾ ഇല്ല. ഇല്ല. അപ്പം അവരും ത്രൂ ഔട്ട് ആയിട്ട് ഉള്ളവര് ത്രൂ ഔട്ട് ആയിട്ട് തന്നെ നിൽക്കുന്നു. ഇപ്പോഴും ഉണ്ട്. ഓക്കെ. ചിലയിടത്ത് നമ്മുടെ ആ ഒരു കണക്കുകൂട്ടുകളിൽ തെറ്റി അല്ലേ? അവര് ചിലപ്പോ അവരുടെ തിരക്കും കാര്യം ഒക്കെ ആയിരിക്കാം. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നത്, കാരണം എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അതെ. ഓക്കെ. അപ്പൊ സുധിയുടെ മരണം തന്നെ രേണുവിനെ സംബന്ധിച്ച് വലിയൊരു മെന്റൽ ഷോക്ക് ആയിരുന്നു. ഭയങ്കര വലിയായിട്ടൊരു ഇത് തന്നെയായിരുന്നു. അതിനുശേഷം തരണം ചെയ്ത് ജീവിതത്തിലേക്ക് ആഞ്ഞു പിടിക്കാൻ ഇങ്ങനെ ഈ 9 മാസമായിട്ട് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് രേണുവിനെ വീണ്ടും തളർത്തിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? തളർത്തിയെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ സുധിച്ചേട്ടൻ്റെ മരണം തന്നെ അത് വലിയൊരു, എന്താ പറയാ, ഒരു ഷോക്ക് തന്നെയാണ്. ഇനി എന്ത് വന്നാലും, ഇനിയിപ്പം ഞാൻ മരിച്ചു പോയാലും എനിക്കതൊരു ഒന്നുമല്ല. കാരണം ഏട്ടൻ്റെ മരണമാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു ഷോക്ക്. ഇനി അതിൻ്റെ പുറത്ത് എന്ത് വന്നാലും നമുക്ക് അത് അത്രയും തോന്നത്തില്ല സത്യം പറഞ്ഞാൽ. എന്ത് വന്നാലും, ഇനിയിപ്പോൾ ഇൻസിഡന്റ് വന്നാലും ഇനി മുന്നോട്ട് വരുമായിരിക്കാം, എങ്കിലും സുധിച്ചേട്ടൻ്റെ ആ മരണമാണ് എനിക്ക് ഏറ്റവും വലിയൊരു. സുധി എല്ലാവരും അറിയപ്പെടുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ്, ഒരു സെലിബ്രിറ്റിയാണ്. അപ്പൊ രേണു എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരി. രേണു ഒരു സെലിബ്രിറ്റിനെ കല്യാണം കഴിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും അയൽപക്കത്തുള്ളവർക്കും ഒക്കെ അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നിരിക്കണം. ഇഷ്ടമെന്ന് പറഞ്ഞപ്പോഴാണ്, സുധിച്ചേട്ടൻ്റെ ഇഷ്ടമെന്ന് പറയുമ്പം ചിലവർക്ക്, നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് തന്നെ ചിലവർക്ക് തന്നെ ഭയങ്കര വേറൊരു ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി പോയവരുണ്ട്. രേണു നീ സുധിച്ചേട്ടനെ കല്യാണം കഴിച്ചോ, കൊള്ളാം കേട്ടോ എന്നുള്ള രീതി. അയ്യോ എന്തായാലും ഭാഗ്യമായി പോയി കേട്ടോ, നല്ലൊരു മനസ്സിന്റെ ഉടമയാ. ആ സ്റ്റാർ മാജിക്കിലുള്ള പിള്ളേര്, പെൺകുട്ടികളില്ല, അവര് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചിയുടെ ഭാഗ്യവാ. കാരണം ഞങ്ങളെയൊക്കെ ഒരു, എന്താ പറയാ, ഞങ്ങളുടെയൊക്കെ ഒരു ആങ്ങളെയാണ്, ഞങ്ങളെ മക്കളെ, സത്യം കേട്ടോ, എല്ലാരും മക്കളെ മക്കളെ എന്നാ വിളിക്കുന്ന എല്ലാവരും. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എൻ്റെ അടുത്ത് പറയുന്ന ഏട്ടൻ അതുപോലായിരുന്നു ഞങ്ങളുടെ അടുത്ത്, മക്കളെ എന്നുള്ള ഒരു ഇത്. കാരണം എനിക്ക് തോന്നുന്ന ഒരു സെലിബ്രിറ്റീസ് ഇങ്ങനെ വൈഫിനെയും കൊണ്ട് മക്കളെയും കൊണ്ട് ഷൂട്ടിനെല്ലാം പോകുന്നത് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ കൊണ്ടു നടക്കുന്ന എല്ലായിടത്തും ഷൂട്ടിന്. എന്നെയും പിള്ളേരെയൊക്കെ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ പോകാതെ, അല്ലാത്തപ്പോൾ സ്റ്റാർ മാജിക്കിന്റെ ഫാമിലിയിൽ ഞാനും ഉണ്ടായിരുന്നു. ആ ക്യാമറയുടെ പുറകിൽ ലക്ഷ്മിയുടെ അമ്മ, ചിന്നുവിന്റെ അമ്മയായിട്ട് ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. എല്ലാവരും വന്ന് മിണ്ടു, സുചേട്ടൻ ഒരു ബ്രേക്ക് ആണെങ്കിൽ ഓടി വന്ന് ചായ തരും എനിക്ക്, പിള്ളേർക്കാണെങ്കിൽ കൊച്ചിന് കിച്ചുവിനാണെങ്കിൽ എന്തെങ്കിലും വേണോ കൊടുക്കും. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ കാര്യം നോക്കി. ബ്രേക്ക് പറയുമ്പോൾ അല്പം ടേക്ക് പറയുമ്പോൾ ചെന്ന് ചെയ്യും, അങ്ങനെയായിരുന്നു ആള്. അപ്പം അങ്ങനെയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര അത്ഭുതം ആയിരുന്നു. സുചേട്ടനെ നേരിട്ട് കണ്ടല്ലോ, കാരണം അന്നൊക്കെ സ്കിറ്റ് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളവരാ. സ്കിറ്റ് അല്ലായിരുന്നു അന്നൊക്കെ, മഴവിൽ മനോരമ സ്കിറ്റും. അപ്പം അങ്ങനെ സ്നേഹിക്കുന്ന, സ്പെഷ്യലായിട്ട് സ്നേഹിക്കുന്ന ഒരാളായിരുന്നു സുചേട്ടന്. കല്യാണ ചെറുക്കനായിട്ടൊക്കെ വരുന്ന സമയത്തൊക്കെ എല്ലാവർക്കും ആ ഒരു, അപ്പം കണ്ടപ്പോൾ എല്ലാവരും വന്ന് രേണു നിന്റെ ഭാഗ്യവാ എന്ന് പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായിരുന്നു ഏട്ടനെ കണ്ടപ്പോൾ, കാരണം എളിമയായിരുന്നു ഏട്ടന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. എവിടെയും ചെന്നാൽ പുള്ളി മോളിലല്ല നിൽക്കുന്നത്, പുള്ളി എല്ലാം മക്കളെ അമ്മച്ചി വാ, ആ ഒരു ഇതായിരുന്നു പുള്ളി. ഓക്കെ. രേണുവിന് തോന്നിയോ എന്റെ ലൈഫിൽ ഇനി എത്രയൊക്കെ മാറ്റങ്ങൾ വരും, ഞാനും ഇപ്പോൾ ഒരു സെലിബ്രിറ്റീനെ കല്യാണം കഴിക്കാൻ പോകുന്നു, അപ്പൊ എന്റെ ലൈഫും കുറെ അങ്ങ് മാറും, എന്റെ ജീവിത രീതി മാറും, എന്റെ മൊത്തത്തിൽ എന്റെ ലൈഫ് സ്റ്റൈൽ അങ്ങ് മാറും എന്നൊരു തോന്നലുണ്ടായിരുന്നു? ഓക്കെ. അപ്പൊ എത്രത്തോളമാണ് അത് മാറിയത്? എന്നിട്ട് അത് എന്താ പറയാ, നമുക്ക് ഭയങ്കര സന്തോഷം, സ്നേഹവും. കാരണം 5 വർഷം ഉള്ളെങ്കിലും 500 വർഷത്തെ സ്നേഹം തന്നിട്ടൊക്കെ പോവാന്ന് പറഞ്ഞില്ല, അത് സത്യം കേട്ടോ. ഇതുപോലെ എന്ത് കാര്യം എന്നെ ദേഷ്യപ്പെടുമ്പോൾ മാത്രം എന്തെങ്കിലും രേണു എന്ന് വിളിച്ചല്ലാണ്ട് എൻ്റെ പേര് വിളിച്ചിട്ടില്ല. ആള് വാവക്കുട്ടെ എവിടെ ചെന്നാലും, ഇപ്പം എവിടെ നിന്നാലും, ഇപ്പം വലിയ ആൾക്കാരെന്നാലും അല്ലെങ്കിൽ സാധാരണ ആൾക്കാരെന്നാലും പുള്ളി എന്നെ വാവക്കുട്ടെ എന്ന് വിളിക്കത്തുള്ളൂ. ഏട്ടൻ എന്നെ വാവട്ടാ എന്നാ വിളിക്കത്തുള്ളൂ. ഞാൻ പറയും ചേട്ടാ എല്ലാവരുടെ മുന്നിലും അതിനെന്നെ ഞാൻ വാവട്ടാന്നാ വിളിക്കത്തുള്ളൂ, അങ്ങനെ പറയും. അത് സ്നേഹം. പിന്നെ എൻ്റെ വീട്ടുകാരെ ആണെങ്കിലും കുടുംബക്കാരെ ആണെങ്കിലും എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുകയും അവരുടെ വീട്ടുകാരെ സ്നേഹിച്ച് എല്ലാം ഒരു, എന്താ പറയുക, ഒരു ബാലൻസിലായിരുന്നു പുള്ളി കൊണ്ട് എല്ലാവരും. ഇപ്പം എൻ്റെ കണ്ണ് നിറയിക്കത്തില്ല, കിച്ചുവിൻ്റെ കണ്ണ് നിറയ്ക്കത്തില്ല, രണ്ടുപേരും ഒരുപോലെ, ഞങ്ങളെ രണ്ടുപേരും ഒരുപോലെ മക്കളെ പോലെ തന്നെ കൊണ്ട്. കിച്ചുവും മോനാണ്, ഞാൻ മോളാന്നാ പറയുന്നത്, അങ്ങനെയായിരുന്നു കൊണ്ടു നടന്നത്. അപ്പൊ പിന്നെ നമ്മള് കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ, സാമ്പത്തികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ശരിയായി വന്നപ്പോഴാണ്, ശരിയാകാൻ തുടങ്ങിയപ്പോൾ കൊറോണ വന്നു. പിന്നെ 3 വർഷം
ആൾക്ക് മനസ്സമാധാനം ഒന്നുമില്ല. കാരണം ആൾക്ക് ടെൻഷനായിരുന്നു എപ്പോഴും. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ വിഷമിപ്പിക്കത്തില്ല, നമ്മളോടൊരു ടെൻഷൻ പറയത്തില്ല. കാരണം ഞാൻ കരയും വിഷമിക്കുമെന്ന് ഓർത്ത് എന്നോടൊന്നും പറയാതെ ഉള്ളിലൊതുക്കി ചിരിച്ചുകൊണ്ട് നടക്കും. ആരുടെ അടുത്തും ഒന്നും പറയത്തില്ലായിരുന്നു. നമ്മൾ ഓർക്കും ആൾ മരിച്ചു കഴിഞ്ഞിട്ടാണോ വീട് തരുന്നത് ഇവര് എന്നൊക്കെ ഓർക്കും ആളുടെ. കാരണം എന്താ വെച്ചാൽ ആളുടെ വിഷമങ്ങൾ നമ്മുടെ ഇടയിൽ നിൽക്കും. ഇപ്പം ആളിപ്പം ജീവനോടുണ്ടായിരുന്നത് ഞങ്ങൾ ഈ ചുറ്റുപാടിലൊക്കെ തന്നെ മറ്റുള്ളവർ ഓർത്തത് ആള് വലിയ പോസ്റ്റ് ലെവലിലായിരുന്നു ആൾക്ക്. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണല്ലേ ഇങ്ങനെ ഒരു അവസ്ഥയിലാണോ. കാരണം മറ്റുള്ളവരുടെ ചിന്ത അതല്ല, സെലിബ്രിറ്റി എപ്പോഴും ടി വിയിൽ കാണുന്ന ഒരു സെലിബ്രിറ്റി, കൊല്ലം സുധിച്ചേട്ടൻ അറിയപ്പെടുന്ന സെലിബ്രിറ്റി. ആള് വരുമ്പോഴത്തേന് അത്യാവശ്യം എന്താ പറയാ, സ്റ്റാർ മാജിക്കിലൊക്കെ വരുമ്പോൾ നല്ല ഷർട്ടും കാര്യങ്ങളും. കാരണം അത് അവിടുന്ന് കൊടുക്കുന്നതാണ്, അനുപേട്ടൻ ഇടിയിപ്പിക്കുന്നതാണ്. ഇപ്പം എല്ലാവരും ഇപ്പം ലക്ഷ്മി പോലും പറയണം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സുധിച്ചേട്ടൻ ഇത്രയും ബുദ്ധിമുട്ടാണെന്ന്. കാരണം ആരോടും പറഞ്ഞിട്ടില്ല ഏട്ടൻ, ആരോടും പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു ഷർട്ട് മേടിക്കാൻ പറഞ്ഞാൽ മേടിക്കത്തില്ല. ഇപ്പൊ തന്നെ എല്ലാ ഡ്രസ്സും കൂടെ കൂട്ടി നോക്കി ഒരു 5 എണ്ണം കാണും ഷർട്ട്. ആള് മേടിക്കത്തില്ലായിരുന്നു. കാരണം സ്റ്റാർ മാജിക് ഷോയിൽ കിട്ടും, അതിട്ട് ചിലത് കൊണ്ടുവരും, ചിലത് അവിടെ തന്നെ കൊടുക്കും. കൊടുത്തു വിടുന്നത് ഇങ്ങ് കൊണ്ടുവരും, അത് തിരിച്ചു കൊടുക്കും. ആള് പുതിയത് മേടിക്കുവാട്ടെ ഒന്നുമില്ല. നമുക്കെന്ത് ഫുഡ് പോലും നേരെ ചൊവ്വേ കഴിക്കത്തില്ല, നമ്മളെ കഴിപ്പിക്കാൻ നോക്കും. ആരെന്ത് ഇപ്പം സേവനായും കറി പൗഡറോ അങ്ങനെ പിള്ളേർ ബാഗുമായിട്ട് വന്നാൽ അവരെ ഇവിടെ ഇരുത്തി ഞങ്ങൾ കാപ്പി ഇട്ട് കൊടുത്ത് ചോറും കൊടുത്തിട്ടൊക്കെയാണ് വിടുന്നത്. അവരുടെ കയ്യിൽ നിന്ന് സാധനവും മേടിച്ചിട്ടാണ് വിടുന്നത്. അങ്ങനെയൊക്കെ ഉള്ളൊരു മനസ്സായിരുന്നു പുള്ളിക്ക്. എന്നിട്ട് ഒരിക്കലും ആരും മറക്കാൻ പറ്റുന്നില്ല ആർക്കും ആളെ. ഓക്കെ, നമുക്ക് മോനുണ്ടല്ലോ ഇവിടെ, മൂത്ത ആള് എക്സാമിന് പോയി. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. രേണു ഇടുന്ന വേഷങ്ങളിൽ പോലും പലരും പലതും പറയുന്നുണ്ട് അല്ലേ. അത് ഒരു സെലിബ്രിറ്റിയുടെ ഭാര്യ എന്നുള്ള രീതിയിൽ രേണു വേഷം ധരിക്കുന്നതായിക്കോട്ടെ, ഇപ്പൊ സുധീയുടെ മരണത്തിന് ശേഷമാണെങ്കിലും രേണുവിനെ പ്രസന്റ് ചെയ്യുന്ന രീതി, അതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ ഓരോന്നും പറയുന്നുണ്ട്. പറയും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്കുള്ള ഡ്രസ്സല്ലേ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ. എനിക്കിതൊക്കെ എൻ്റെ സുധിച്ചേട്ടൻ മേടിച്ചു തന്നതാ ഈ ഇടുന്നത്. അത് കഴിഞ്ഞ് അല്ലാത്തൊരു നമ്മുടെ ബന്ധുക്കളും നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സല്ലേ നമ്മൾ ഇടുന്നത്. നമ്മൾ വൾഗർ രീതിയിലൊന്നും കാണിക്കുന്നുമില്ല, ഇടുന്നുമില്ല. നമുക്ക് അന്ന് ഈ പറയുന്നതിന് എനിക്ക് കുറച്ച് ഡ്രസ്സ് മേടിച്ചു തരട്ടെ, അവൾ ആ ഡ്രസ്സിലുണ്ട്, എന്നാൽ ഞങ്ങൾ നല്ലൊരു ഡ്രസ്സ് മേടിച്ചോളൂ, മേടിച്ചു തരട്ടെ, ഞാൻ സ്വീകരിച്ചോളാം, ഞാൻ ഇട്ടോളാം. ഷേപ്പ് ചെയ്യണമെന്നല്ലേ ഉള്ളൂ, ഞാൻ ഇട്ടോളാം. എനിക്കതേ പറയാം, നമ്മുടെ ഇഷ്ടത്തിനല്ലേ നമ്മൾ ജീവിക്കുന്നത്. ജീവിക്കുന്ന മീൻസ് നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് മാന്യമായിട്ട് തോന്നുന്ന ഡ്രസ്സാണ് ഞാൻ ധരിക്കുന്നത്. ഇനിയിപ്പൊ അത് മറ്റുള്ളവർക്ക് കുറ്റമായിട്ട് തോന്നിയാൽ അത് എന്റെ കുഴപ്പമല്ല. അത്രേ നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, സുധി ലാസ്റ്റ് അഭിനയിച്ച മൂവി അത് തിയേറ്ററിൽ ഉണ്ട് അല്ലേ? അത് ഇപ്പൊ TV-യിൽ വന്ന അതൊക്കെ എനിക്കത് ചോദിക്കാൻ തന്നെ ഒരു വിഷമം തോന്നുകയാണ്. രേണു അതൊക്കെ എങ്ങനെ കാണുമോ? രേണുവിന് കാണാൻ പറ്റുമോ? രേണു കണ്ടിട്ടുണ്ടോ? ഏട്ടൻ ലാസ്റ്റ് അഭിനയിച്ച പടം ഇറങ്ങിയായിരുന്നു, കുരുവിപ്പാപ്പ. 8-ാം തീയതി മാർച്ച് 8-ന് ഇറങ്ങിയതാണ്. അതെ. അപ്പം അതിനകത്ത് ത്രൂ ഔട്ട് ഏട്ടനുണ്ട്. അതെ. അത് തിയേറ്ററിൽ പോയി രേണു കണ്ടോ? അതായത് അതിന്റെ റിലീസായപ്പം റിലീസായി ഇല്ല, കാണണമെന്ന് ആഗ്രഹിച്ച. കാരണം അത്ര നല്ല വേഷമാണ് ചെയ്തത്. എല്ലാത്തിലും ഒരു കോമഡി രീതി വന്നിട്ട് ഇതിനകത്ത് വന്നപ്പം ഭയങ്കര ഇമോഷണൽ ആയിട്ടൊക്കെ ചെയ്ത ഒരു ഫുൾ സപ്പോർട്ടായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു ഏട്ടൻ്റെ. അപ്പോൾ അതിന്റെ പ്രൊഡ്യൂസർ ബഷീർ എന്ന് പറയുന്നത് ഇക്ക നമ്മൾക്ക് കാർ ഇവിടെ അയച്ച് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ്, മൂത്ത മോനും ഞാനും അമ്മയും പപ്പയും ചേച്ചി ഞങ്ങളെല്ലാം ഫാമിലി ആയിട്ടാണ് പോയത്. അവരുടെ കൂടെ ഇരുന്ന് വിനീതേട്ടനും മുക്ത എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഇരുന്നാണ് ഞങ്ങൾ ആ ഫിലിം കണ്ടത്. അപ്പം ഏട്ടനെ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പം സത്യം പറഞ്ഞാൽ സങ്കടത്തിലും ഉപരി പിന്നെ വീണ്ടും കണ്ടല്ലോ ഒരു സന്തോഷമാണ്. കാരണം ബിഗ് സ്ക്രീനിൽ വീണ്ടും കണ്ട് നമ്മൾ ഏട്ടനെ. പിന്നെ ഡബ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, അത് വേറെ ആളാണ് ഡബ് ചെയ്തത്. ആ സൗണ്ട് ഒരു ഇച്ചിരി വേരിയേഷൻ, അല്ലാണ്ട് വേറെ എല്ലാ ഏട്ടന് ആ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഏട്ടൻ അതിനകത്തുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു, വാക്കുട്ട ഞാൻ ഇത്രയും നാളും ചെയ്തതല്ല കുരുവിപ്പാപ്പ, അത് കാണണം, സംഭവം വേറെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗൊക്കെ ആയിരുന്നു ഞങ്ങളുടെ അടുത്ത്. ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് കാണാം റിലീസിങ്ങിൻ്റെ അന്നെന്ന് പറഞ്ഞിരുന്നതാണ്. എന്നിട്ട് രേണു അവസാനം ആരുടെ കൂടെയാ പോയി കണ്ടത്? അതാ ഞാൻ പറഞ്ഞ പ്രൊഡ്യൂസർ കാർ അയച്ചത്, നമ്മുടെ ഫാമിലി ആയിട്ട് എല്ലാവരുമായിട്ട് നിങ്ങൾ ഫാമിലി പോയി കണ്ടു. അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ വനിതാ തിയേറ്റർ. ഓക്കെ ഓക്കെ, അപ്പൊ രേണുവിന് അത് കാണാൻ പറ്റി. കരഞ്ഞു കേട്ടോ, നമ്മള് കരഞ്ഞില്ല എന്നല്ല, കരഞ്ഞു, നന്നായിട്ട് കരഞ്ഞു അതിൻ്റെ ഉള്ളിൽ. കാരണം പിന്നെ ഓർത്ത് എവിടെയോ ഏതോ ലോകത്തിരുന്ന് ഏട്ടനും ഇത് കാണുന്നുണ്ടായിരിക്കും. ഭയങ്കര സന്തോഷിക്കുന്നുണ്ട്, കാരണം അത്ര നല്ല ക്യാരക്ടറാ ചേട്ടൻ ചെയ്തത്. ഒരുപാട് ഇഷ്ടത്തോടെ സുധി ചെയ്ത ഒരു ക്യാരക്ടറാണ് അല്ലേ? ചെയ്ത് കഴിഞ്ഞപ്പോഴും ഒരു തൃപ്തി ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു അത്. ആദ്യം തൊട്ട് അവസാനം ഒരു പാട്ടിനകത്ത് വരെ ഉണ്ട്, പാടി അഭിനയിക്കുന്നുണ്ട് ലിപ്പ്. അത് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ മൂവിയിലും. ഇതെന്റെ ടേണിംഗ് പോയിന്റ് ആണെന്ന് എന്റെ അടുത്ത് പറഞ്ഞത്. ഈ ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ വാക്കോട്ടെ നിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല എന്നൊക്കെ ഭയങ്കര.
പൊതുവെ നമ്മൾ ആരാണേലും നോക്കുമ്പോൾ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ കുറേ കാശുണ്ട്, അവർ ഒരുപാട് ഷോ ചെയ്യുന്നുണ്ടല്ലോ, അവർ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടല്ലോ, അവരുടെ കയ്യിൽ ലക്ഷങ്ങളാണ്. ഇതാണ് പുറമേ നിൽക്കുന്ന ഏതൊരാളുടെയും ഒരു തോന്നല്. അവർ ചെയ്യുന്നത് വൺസ് ഇൻ എ വൈൽ ആണെങ്കിലും അവർക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഷോ ഉണ്ടെങ്കിലും എല്ലാവരും വല്ലപ്പോഴും ചെയ്താലും സെലിബ്രിറ്റി ആണെങ്കിൽ അവരുടെ കയ്യിൽ പൂത്ത കാശെന്നുള്ളൊരു ഇതാണ്. സുധിയെ സംബന്ധിച്ച് സുധി ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ആ ഉണ്ടായിരുന്ന സമയത്ത്. ഒരുപാട് പ്രോഗ്രാംസ്, സ്റ്റേജ് ഷോസും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് വേറൊന്നിനല്ല, ജനങ്ങൾ അറിയണം. അവരറിയാൻ വേണ്ടി തന്നെ ഞാൻ ചോദിക്കുകയാണ്, ശരിക്കും സുധിയുടെ കയ്യിൽ ഇത്രയും ഷോ ചെയ്തിട്ടും ഒരു ചെറിയ ഒരു സേവിങ്സോ ഒരു പൈസയോ ഒന്നും കരുതലോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലേ? ചെയ്യാൻ വേണ്ടിട്ട് വന്ന സമയത്താണ് ഈ കൊറോണ. ഞങ്ങൾ 5 വർഷത്തെ റിലേഷനേ ഉള്ളൂ സൂചാണ് ഞാനും. ഇപ്പൊ 3 വർഷമായില്ലേ കൊറോണ. ഇപ്പം ആ സമയത്ത് പിന്നെ കുറെ ഹോസ്പിറ്റൽ കേസ് കെട്ട് കാര്യങ്ങള്, കൊറോണ വന്നതോടുകൂടി നമ്മൾ സേവ് ചെയ്യാനിരുന്നതും സേവ് ചെയ്തതും എല്ലാം തീർന്നായിരുന്നു. പിന്നെ ഒന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് വീടിന്റെ കാര്യം, അതിന് ഉള്ളത് നമ്മൾ വീടിന് കൊടുത്തു, അഡ്വാൻസ് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ അതും പോയി ഇതും പോയി. നമ്മൾ മുദ്രപത്രത്തിൽ എഴുതിയാണല്ലോ കൊടുക്കുന്നത്, 6 മാസത്തിനകം അടുത്ത പേയ്മെന്റ് ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നപ്പോഴാണ് കൊറോണ വന്നതും എല്ലാം അടച്ചു പൂട്ടിയത്. പിന്നെ സുചാനെ സംബന്ധിച്ച് ഫ്ലവേഴ്സിലല്ലാതെ വേറെ ഒരു ചാനലും പോകത്തില്ലായിരുന്നു. പുള്ളി ആക്കിയത് ഫ്ലവേഴ്സ് ആണ്. എന്നെ കൊല്ലം സുധി അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടി പോലെ ഓടി സൂചേട്ടാന്ന് വിളിക്കണമെങ്കിൽ അത് ഫ്ലവേഴ്സ് ആണ് എന്നെ അങ്ങനെ ആക്കിയത്. കാരണം ആ സ്റ്റാർ മാജിക്കിന്റെ ആദ്യത്തെ വേദിയിൽ ഫസ്റ്റ് എപ്പിസോഡിൽ കാല് കുത്തുന്ന ക്യാരക്ടർ വേഷമായിട്ട് ജാക്ക് സ്പാരോ കാല് കുത്തുന്ന ആ വേഷത്തിൽ വന്നത് ഏട്ടനായിരുന്നു, സുചേട്ടനാണ് ആദ്യമായിട്ട്. അപ്പം ഏട്ടനാക്കിയത് അവരാന്നാണ് പറയണത്. അങ്ങനെ ആയിരുന്നു. സോ അതുകൊണ്ട് വേറെ ഒരു ചാനലും ഏട്ടൻ പോകത്തില്ല. ഇവിടെ തന്നെ ഭയങ്കര അവരോട് ഒരു ആത്മാർത്ഥത. അത് ലാസ്റ്റും 24 ഫ്ലവേഴ്സിന്റെ കുടുംബമാണല്ലോ 24. ആ സ്റ്റേജിൽ അവസാന നിമിഷത്തെ അവിടെ നിന്ന് പറഞ്ഞായിരുന്നു, ഇങ്ങനെ വീഡിയോ കണ്ടപ്പോ, ഞാൻ ഇവിടെ മരണം വരെ ഇവിടെ അങ്ങനെ എന്തോ ഒരു വാക്ക് പറഞ്ഞെന്ന് തോന്നുന്നു. ഈ ഒരു രേണുവിന്റെ അടുത്ത് മരിക്കുന്നതിന് 2-3 ആഴ്ച മുമ്പേ മരണത്തെക്കുറിച്ച് ഇങ്ങനെ ഹിന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പറയുന്നുണ്ടായിരുന്നു. അതേപോലെ വേറൊരാളുടെ അടുത്ത് പറയുന്നുള്ളതായിട്ട് രേണുവിന് അറിയോ? ഈ ഇവിടെ ഫ്ലവേഴ്സിൽ പോയോ അല്ലെ കൂടെ സ്ഥിരം വർക്ക് ചെയ്യുന്ന കൂടെയുള്ള ഫ്രണ്ട്സിന്റെ അടുത്തോ ആരുടെ അടുത്തെങ്കിലും ഇതേപോലെ ഹിന്റ് ചെയ്യുന്നുണ്ടായിരുന്നു? അങ്ങോട്ട് പോയ സമയത്ത് ബിനുചേട്ടന്റെ അടുത്ത് സംസാരിച്ചെന്ന് പറഞ്ഞു. വീട് എനിക്ക് പെട്ടെന്ന് എത്രയും വേണം വീട് ഉണ്ടാക്കണം അളിയാ, എനിക്ക് ഉണ്ടാക്കണം, വീട് വെക്കണം, കാരണം എനിക്കത് അത്യാവശ്യമാണ്. എനിക്ക് കുറച്ച് പ്രോഗ്രാം നമുക്ക് പിടിക്കണം, എന്നിട്ട് 6 മാസത്തിനകം എനിക്ക് വീട് എങ്ങനെയല്ലേ നിങ്ങളും കൂടെ ഹെൽപ്പ് ചെയ്ത്, അതായത് പ്രോഗ്രാം ചെയ്ത് നമുക്ക് ഷോസ് ഒക്കെ ചെയ്തിട്ടെ ഞാൻ അതിനുവേണ്ടി തന്നെ ഇറങ്ങുക, എനിക്ക് വീട് വേണം അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങോട്ട് ആ മരിക്കുന്ന പോകുന്ന ലാസ്റ്റ് ഷോയ്ക്ക് പോയപ്പോഴും അത് തന്നെയല്ല, ഫ്രണ്ടിൽ തന്നെയാണ് ഇരിക്കുന്നതും. അത് അദ്ദേഹം സുചേട്ടൻ അങ്ങനെ ഫ്രണ്ടിൽ ഇരുന്ന് പതിവില്ല, ആള് എപ്പോഴും പുറകിലൊന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള രീതിയിലേ ഇരിക്കത്തുള്ളൂ. അന്ന് ഭയങ്കര, അപ്പൊ ബിനുചേട്ടൻ കൈ തുടച്ച് ഫുഡ് പറയുന്നുണ്ടായിരുന്നു, ഫുഡ് കഴിച്ചിട്ട് കൈ തുടക്കുന്ന സമയം കൊണ്ട് സുചേട്ടൻ ഓടിപ്പോയി ഫ്രണ്ടിൽ ഇരിക്കുക, ഞാൻ ഇവിടെ ഇരുന്നോളാം, ഞാൻ ഇവിടെ ഇരുന്നോളാം. അങ്ങനെ പതിവിലും വിപരീതമായിട്ട്. കാരണം ഞങ്ങളുടെ വിചാരം ചേട്ടൻ പുറകെ ഇരുന്ന് ഉറങ്ങും എന്തായാലും, ഫ്രണ്ട് ബിനുചേട്ടനായിരിക്കണം ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ വേറെ അടുത്ത ആള്. കാരണം സുചേട്ടൻ അങ്ങനെ ഇരിക്കുന്ന പതിവില്ല, ആള് പെട്ടെന്ന് ആ സമയത്തിന്റെ ആയിരിക്കണം. ഇപ്പം രമ്യ പറഞ്ഞ പോലെ ആ സമയത്തിന്റെ ആയിരിക്കണം അങ്ങനെ. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ അല്ലേ? എന്തായാലും നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇപ്പം നിങ്ങൾ ജീവിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം നമ്മളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇപ്പം ജീവിക്കാൻ പ്രതീക്ഷ നൽകുന്നത് 2 ആത്മാക്കളാണ്, 2 ജന്മങ്ങളാണ് അല്ലെ? രാഹുലും ഋതുലും. രാഹുൽ ഇപ്പോ സുധിയുടെ വീട്ടില് കൊല്ലത്ത് അവൻ അവിടെയും ഇവിടെ ആയിട്ട് +2 ചെയ്യുന്നു അല്ലെ? +2. അവന് ആഗ്രഹം ഫുൾ ആനിമേഷനിലൂടെ ഇനി സക്സസ്ഫുൾ ആവണം എന്നുള്ളതാണ്. ഓക്കെ. ഋതുൽ എന്ന് പറയുന്ന ആള് വളരെ ചെറിയ ആളാണ്. ഇപ്പൊ എത്ര വയസ്സായിട്ടുണ്ടാവും? 4 വയസ്സ്. ഓക്കെ. 3.5 വയസ്സ്. അവനിതൊന്നും അറിയാറായിട്ടില്ല, ഒന്നും അവൻ അറിയുന്നില്ല. ഋതുൽ ഇവിടെ ഉണ്ടല്ലോ, അവനെ ഒന്ന് നമുക്ക് വിളിക്കാം. എങ്ങനെയാ വിളിക്കാ ഋതുലിനെ? എങ്ങനെയാ വിളിക്കാം? ഋതപ്പ. ആ ദേ വന്നല്ലോ. ഹലോ ഋതപ്പ, എന്നെ ഒന്ന് നോക്കൂ, ഞാനാ വിളിച്ചത്. ഹലോ, ഇതാണ് സുധി പറയണേ, ഞാനാണത് എന്ന് പറയുന്ന ഒരാള്. ഇത് സുധിയാണോ? ഇത് ഋതപ്പനാണോ? എന്താ മോന്റെ പേര് പറയൂ? എന്റെ പേര് പാട്ട് പാടണമെന്ന് ആര് പറഞ്ഞു? അപ്പ പറഞ്ഞോ? അപ്പച്ചൻ പറഞ്ഞു. ഓക്കെ, രേണുവിന്റെ അച്ഛൻ പറഞ്ഞു. എന്നാ പാട്ട് പാടൂ. മോൻ എപ്പോഴും ഇഷ്ടമുള്ള പാട്ട് പഠിക്കോ? മോൻ ഇഷ്ടമുള്ള പാട്ട് പഠിക്കോ? പാട്.
ചെന്നറിയ കാണാൻ വെള്ളങ്കിളി കൂട്. കഴിഞ്ഞോ? കഴിഞ്ഞോ? ഏ ഈ ഒരു പാട്ട് അറിയുള്ളോ? കുരുവി പാപ്പ കണ്ട. ആ എന്നാ അത് പാടൂ. അതിന്റെ പാട്ട് അറിയാം. അച്ഛൻ അഭിനയിച്ച സിനിമയിലെ അറിയത്തില്ല അല്ലേ? ഞങ്ങക്ക് എല്ലാവർക്കും കേൾക്കാനാ മോൻ പാട്ട് പാടുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാ. മിമിക്രി കുളപ്പുള്ളിയപ്പനെ ഒന്ന് കാണിച്ചിട്ട് പോകും. ഓഹോ അതൊക്കെ ചെയ്യോ? അങ്ങോട്ട് നോക്ക്, അവിടെ കാണിക്കും. അതൊക്കെ ചെയ്യോ? പിന്നെ കാണിക്കുന്നേ ഉള്ളൂ. അച്ഛൻ വേണ്ട ഡയലോഗ് പറയും. സുചേട്ടൻ ഡയലോഗ് അപ്പൊ സുചേട്ടന്റെ കഴിവുകളെല്ലാം കിട്ടിയിരിക്കുന്നത് ഇദ്ദേഹത്തിനാണ് ആണല്ലേ? അതാണ് സുധി പറഞ്ഞത്. ഞാൻ തന്നെയാണ് ഇവൻ. അപ്പൊ വലുതാകുമ്പോ ഇപ്പഴേ അവൻ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ടോ? മിമിക്രിയിലും മോണാക്ടിലൊക്കെ അതിനുള്ള ടേസ്റ്റും ഇഷ്ടങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആഹാ എന്നാ ഒന്ന് കാണിച്ചേ റിതപ്പ, ഒന്ന് കാണിച്ചേ, ഞങ്ങളൊന്ന് കാണട്ടെ. എന്നാലും പറയാനുണ്ടോ? പറഞ്ഞിട്ട് പോക്കോ. എളുപ്പത്ത് പാട്ടല്ല, അച്ഛനെ പറ്റി പറഞ്ഞിട്ട് പോകും. ഞാൻ ഇങ്ങോട്ട് വന്നായിരുന്നു. ആ അപ്പൊ നീ മണത്തെ അപ്പൊ ഇനിങ്ങോട് പോത്തോടത്താണെന്ന് അവളെ. അപ്പൊ അവളെ ക്യാമറ അടുത്ത്. ഇത്രേ ഉള്ളോ? എന്നാ ശരി പൊക്കോ. ഓക്കെ, മിടുക്കനായിട്ട് പഠിക്കണം കേട്ടോ. എവിടെ? ഹലോ ഹലോ, നല്ല മിടുക്കൻ കുട്ടനായിട്ട് പഠിക്കണം കേട്ടോ. ആ അതേ വന്നിരിക്കുന്നു കേട്ടോ. നല്ല മിടുക്കനായിട്ട് അച്ഛന് ഇഷ്ടമുള്ള പോലെ നല്ല മോനായിട്ട് മിമിക്രി ഒക്കെ ചെയ്ത് പാട്ടൊക്കെ പാടി സിനിമയിൽ അഭിനയിക്കണ്ടേ? സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണോ? ആണോ? അഭിനയിക്കണ്ടേ? അതൊക്കെ അറിയോ? അങ്ങനെയൊക്കെ നന്നായിട്ടോ. പോവാണോ? ഓക്കെ ബൈ. ആണോ? അതാണ് ഇഷ്ടം. ജനഗണ മംഗളനായിക ജനകെ വാടന് വാക്കിന് കാണാൻ പജാബ സിംഹറാത്തുമ്മ കാണാൻ യാവളെ ഉൾക്കന ഗണ്ടാൻ. വിന്ധ്യ ഹിമാചല ഉച്ചള ജലകിളി അങ്കാൻ തബുസുബിയാക്കിക്ക് മായേ തബുസുബിയാക്കിക്ക് മായേ താകെ തപസ്യകന ജനഗണ മംഗളനായ ജനകെ വാടന് വാക്കിന് ഗാനം ജയഗേ ജയഗേ ജയ 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 ജയഗേ. അങ്ങനെ ദേശീയ ഗാനം പാടി അവസാനിപ്പിക്കുന്ന ആദ്യത്തെ ഇന്റർവ്യൂ ആയിരിക്കും ഇത്. എന്തായാലും അതാരാ മോനെ പഠിപ്പിക്കുന്നതൊക്കെ? സ്കൂളിലാണോ പഠിപ്പിക്കുന്ന? ഓക്കെ ശരി. ഒരേ ഒരു കാര്യം കൂടെ രേണുവിന്റെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാം. പലരും പല സഹായങ്ങളും പറഞ്ഞിരുന്നു. അതിൽ കുറേ പേര് അതെല്ലാം ഇപ്പോഴും ചെയ്യുന്നുണ്ട്, അവരതെല്ലാം ചെയ്യുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എങ്ങനെയായിരുന്നു? അവരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അത് രേണു പറഞ്ഞതേ ഇല്ല. അത് നമ്മുടെ മന്ത്രി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, ഏട്ടൻ മരിച്ച സമയത്ത്. അപ്പം സഹകരണ മന്ത്രി വാസവൻ സാറും പാർട്ടിക്കാരും, ഞാൻ എന്തായാലും ഡിവൈഎഫ്ഐയിലൊക്കെ ഉള്ളതാണ്, പാർട്ടിയിലെ കൂടെ തന്നെയാണ്, പാർട്ടിയിലുള്ളതായിരുന്നു. ഓ രേണു ആണല്ലേ? അങ്ങനെ. അപ്പം ഇവിടെ വന്നപ്പം പറഞ്ഞത് വീടും ഒരു ജോലിയും നമ്മൾ നോക്കാമെന്ന് പറഞ്ഞപ്പം ഫ്ലവേഴ്സിൽ നിന്നുള്ളവർ പറഞ്ഞു ഫ്ലവേഴ്സ് പറഞ്ഞാൽ നമ്മൾ വീട് എന്തായാലും നമ്മൾ അവർക്ക് കൊടുക്കും, പിന്നെ ഉള്ളത് ജോലിയില്ല. അപ്പം പറഞ്ഞു ജോലിയുടെ കാര്യം, കാരണം നമ്മൾ എംപ്ലോയ്മെന്റ് വഴി അത് പറ്റത്തുള്ളൂ, വെറുതെ ഒരാൾക്ക് സർക്കാർ ജോലി ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എന്തായാലും ഓൾറെഡി എംപ്ലോയ്മെന്റ് കൊണ്ട് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു +2 കഴിഞ്ഞപ്പോൾ. സീനിയോറിറ്റി ഒന്ന് പുതുക്കിയിട്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ നിയമപരമായിട്ട് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഈ 9 മാസമായില്ലേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും, എൻ്റെ സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരായിരുന്നു, അത് ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ പോയിട്ട് അവിടെ വെച്ചിട്ട് പോകുന്നത് 10th +2. അപ്പോൾ അത് ചെന്ന് അവിടെ നിന്ന് എടുത്താൽ കുറച്ച് പൈസ ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്ത് വന്നതാണ്. അപ്പം കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ മരിച്ച സമയത്ത് അവിടുത്തെ മാം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ബിനി മാം എന്ന് പറയുന്ന മാം പറഞ്ഞു സർട്ടിഫിക്കറ്റ് മേടിച്ചോളാൻ പറഞ്ഞു. വന്ന് മേടിച്ചു, പൈസ ഒന്നും തരേണ്ട രേണു, മേടിച്ചു. അങ്ങനെ ഞാനത് മേടിച്ചിട്ട് വന്നിട്ടാണ് അത് രജിസ്റ്റർ ചെയ്ത് പുതുക്കി, നമ്മുടെ സീനിയോറിറ്റി പുതുക്കി. അപ്പം അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്ത് ജോലിയാണല്ലോ ഒക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, 10th +2 വെച്ചിട്ടുള്ള. ഓക്കെ, അപ്പൊ അതെല്ലാം അവർ തരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അല്ലേ? എന്തായാലും ഇപ്പോ സുധിയുടെ ആഗ്രഹത്തിന് ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു നട്ടോട്ടത്തിലാണ് രേണു. അപ്പോൾ ആ ഒരു ഇത് നല്ല രീതിയിൽ താങ്ങും തണലുമായിട്ട്, ഇതില് വളരെ ചെറുതാണ്, അവനൊന്നും അറിയാറായിട്ടില്ല, പക്ഷെ എല്ലാത്തിനും സപ്പോർട്ടിങ് ആയിട്ട് കൂടെ കിച്ചുണ്ട്. അപ്പൊ ആ ഒരു സപ്പോർട്ടിങ് ഇതിൽ നിങ്ങൾ അമ്മയും മോനും
നിങ്ങൾ കാര്യങ്ങളെല്ലാം ഇതായിട്ട് നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ അതെ. എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല രീതിയിൽ ഇനി ഞാൻ രേണുവിനെ കാണുമ്പോൾ മുഖത്ത് നല്ല സന്തോഷങ്ങളായിട്ട് പുതിയ വീട്ടില് അതെ. അങ്ങനെ നല്ല കുറെ വിശേഷങ്ങളായിട്ട് പറയാൻ ഇനി ഉണ്ടാവട്ടെ ഉണ്ടാവും, ഉറപ്പായും പുതിയ അല്ലേ? വീട്ടിൽ ഉറപ്പായിട്ടും എന്തായാലും ഉണ്ടാവും. വരണം. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ശരി. താങ്ക് യു രേണു, താങ്ക് യു സോ മച്ച്.